പെരുവണ്ണാമൂഴി അനുഗ്രഹീതമാണ്. ദൈവത്തിൻ്റെ സ്വന്തം മാധ്യമ ശുശ്രൂഷയായ ശാലോമിനെ നട്ടുവളർത്തിയത് ഈ മണ്ണിലാണ്. മാധ്യമ പ്രവർത്തനത്തിലൂടെ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാൻ സ്വർഗം അഭിഷേകം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടം. ഇന്ന് ശാലോം അണിഞ്ഞൊരുങ്ങി സജ്ജമായിരിക്കുകയാണ് ഒരു പ്രാർത്ഥനാ യുദ്ധത്തിനു വേണ്ടി. സഭയ്ക്കും ലോകത്തിനും കർത്താവിൻ്റെ മഹത്വവും പുതുചൈതന്യത്തിനും വേണ്ടി ഉയർന്നുവന്ന റോസറി വാർ എന്ന ആത്മീയ പോരാട്ടത്തിൻ്റെ സമാപനം ആഘോഷിക്കാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു റോസറി വാർ എന്ന ആത്മീയ പോരാട്ടത്തിനായി ശാലോമിലൂടെ കർത്താവ് ആഹ്വാനം ചെയ്തത്. ഏകദേശം 10 ലക്ഷം ജപമാലകളായിരുന്നു ശാലോം പ്രഖ്യാപിച്ചപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ സ്വർഗം ഇടപെട്ടത് ഇങ്ങനെയായിരുന്നു. ജപമാലകൾ ചൊല്ലുമെന്ന വാഗ്ദാനവുമായി അനേകം ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു. ഓരോ ദിവസവും റോസറി വാറിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണവും പ്രാർത്ഥനകളും കൂടിക്കൊണ്ടേയിരുന്നു. ആയിരങ്ങൾ പതിനായിരങ്ങളായി. വിശ്വാസ സമൂഹത്തിന്റെ അതിശക്തമായ ദൈവിക ഐക്യത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. ഒപ്പം ജപമാല സമർപ്പണവും. പ്രതീക്ഷിച്ചിരുന്ന 10 ലക്ഷം ജപമാലകളെന്ന കണക്കിനെയൊക്കെ മറികടന്നെന്നറിയുന്നത് പോലും പിന്നീട് കണക്ക് ശ്രദ്ധിച്ചപ്പോഴാണ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശാലോം പ്രേക്ഷകരുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ബാഹുല്യം ഇതിലൂടെ വെളിപ്പെടുകയായിരുന്നു. സഭാതനയർ, സന്യാസ സമൂഹങ്ങൾ, വൈദികർ, സന്യാസിനികൾ, യുവതീ യുവാക്കൾ, കുട്ടികൾ പോലും ഈ റോസറി വാറിൽ പങ്കാളികളായത് കർത്താവിൻ്റെ ഈ പ്രാർത്ഥനാ യുദ്ധത്തിന് ഉന്മേഷമായി. 73,218,018 ജപമാലകളിലൂടെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കാഹളധ്വനി ലോകം മുഴുവൻ പ്രതിധ്വനിച്ചു. റോസറി വാർ. ആഘോഷമായ ജപമാല റാലിയും ദിവ്യകാരുണ്യ ആരാധനയും പ്രഭാഷണങ്ങളും ഉൾപ്പെടുന്ന റോസറി വാറിന്റെ പ്രത്യേക ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ മഹാദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ഒക്ടോബർ 1 മുതൽ ഇന്ന് വരെയും ജപമാല അർപ്പിച്ച റോസറി വാർ എന്ന പേരിൽ വലിയൊരു ആത്മീയ പോരാട്ടത്തിലായിരുന്നു നമ്മൾ. മാതാവിനോട് ചേർന്ന് 10 ലക്ഷം ജപമാല അർപ്പിക്കാൻ നാം തീരുമാനിച്ചു. എന്നാൽ അതിനേക്കാൾ അനേകം മടങ്ങധികമായി ജപമാലകൾ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. ഒക്ടോബർ 31 ഈ ദിവസം പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനകൾ, ഈ ജപമാലകൾ മാതാവിലൂടെ നാം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ, നമ്മുടെ ഭാവനയുള്ളതിനേക്കാൾ ഒത്തിരി ശക്തമാണ് ഈ പ്രാർത്ഥനകൾ. നമ്മെ, നമ്മുടെ കുടുംബത്തെയും ലോകത്തെയും മാത്രമല്ല തലമുറയെ പോലും അനുഗ്രഹിക്കാൻ ശക്തമായ ഒരു പ്രാർത്ഥന കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തു. സ്വർഗം നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു. സ്വർഗം ഒത്തിരി സന്തോഷിക്കുന്ന ദിനങ്ങളായിരുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കാരണം ഇത് ദൈവത്തിന് സ്വപ്നമാണ്, ദൈവത്തിൻ്റെ ചിന്തയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: യേശു കുരിശിൽ കിടക്കുമ്പോൾ യേശു തൻ്റെ അമ്മയും താൻ ഏറെ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. തൻ്റെ ശിഷ്യൻ മറിയത്തെ സ്വന്തം ഭവനത്തിൽ അമ്മയായിട്ട് സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, ഇത് യേശുവിൻ്റെ ഏറ്റവും അവസാന വാക്കുകളിൽ ചില വാക്കുകളാണ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്: യേശു കുരിശിന് മുകളിൽ കിടക്കുമ്പോൾ അവിടുന്ന് കാണുന്നത് യോഹന്നാൻ ശ്ലീഹായെ കാണുന്നു. താൻ ഏറെ സ്നേഹിച്ച ശിഷ്യൻ യേശു എന്നെയും നിങ്ങളെയും ഒക്കെ അതേപോലെ സ്നേഹിക്കുകയാണ്. അതിൻ്റെ അടയാളമായി യോഹന്നാൻ്റെ കരങ്ങളിലേക്ക് അമ്മയെ നൽകി. അമ്മയ്ക്ക് മകനായി യോഹന്നാനെ നൽകി എന്ന് പറഞ്ഞാൽ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യന്
സമ്മാനമായി തൻ്റെ അമ്മയെ നൽകി. ഇന്നും അങ്ങനെയൊക്കെയാണ്. കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് സമ്മാനമായി മാതാവിനോടുള്ള വലിയ സ്നേഹവും ഭക്തിയുമൊക്കെ നൽകും. അപ്പോൾ തിരിച്ചറിയുക, ഞാൻ ഈ നാളുകളിൽ ഒത്തിരി ജപമാല അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇത്രമേ ഉള്ളൂ: യേശു നിന്നെ അധികമായി സ്നേഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നിന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു, നിന്നെ അനുഗ്രഹിക്കാൻ, അനുഗ്രഹമാക്കി മാറ്റാൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ ദൈവത്തെ ഈ റോസറി വാറിലേക്ക് നമ്മെ നയിച്ച, ഈ റോസറി വാറിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച, ഈ റോസറി വാറിലൂടെ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവിനെ എല്ലാം മറന്നു സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, ഈശോയെ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് ഒന്ന് കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി കർത്താവിനെ സ്തുതിക്കാം. അനുഗ്രഹിക്കുന്ന ദൈവം, അനുഗ്രഹമായി നമ്മെ തിരഞ്ഞെടുത്ത ദൈവം, ഒത്തിരി എന്നെ അവിടുന്ന് സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്ന വ്യക്തിയായി എന്നെ ഉയർത്തി. അതിനാൽ ഈ നാളുകളിൽ പ്രാർത്ഥിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും അനുഗ്രഹം സ്വന്തമാക്കാനും ഈശോ നമുക്ക് ഒരു അനുഗ്രഹത്തിന് വഴി തുറന്നു തന്നു. റോസറി വാർ, അതിനെ പ്രതി അതിനോട് ചേർത്ത ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വലോകനാഥനാം മിശിഹാ.
ഒരുമിച്ച് നമ്മുടെ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ റോസറി വാറിൻ്റെ അവസാന ദിനത്തിൽ ഈ പ്രോഗ്രാമിൻ്റെ ആമുഖ സന്ദേശം നൽകാൻ ഷാലോൺ ടെലിവിഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ ജെ മാത്യു സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഷാലോമിൻ്റെ 4 ചാപ്പലുകളിൽ ഒന്നായ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ്റെ നാമധേയത്തിലുള്ള ചാപ്പലിനുള്ളിലാണ് ഈ പ്രത്യേക ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ പല യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. മനുഷ്യനോട്, സഹോദരനോട് ചെയ്യുന്ന യുദ്ധമാണ്. അതിൻ്റെ ഫലം വലിയ കൂട്ടമരണങ്ങൾ, രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുന്നു, അരക്ഷിതാവസ്ഥയുണ്ടാകുന്നു, ക്ഷാമമുണ്ടാകുന്നു, സാമ്പത്തികമായ തകർച്ചകളുണ്ടാകുന്നു, വലിയ അസമാധാനമുണ്ടാകുന്നു. എന്നാൽ ഈ മാസം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് തികച്ചും വ്യത്യസ്തമായ, നൂതനമായ ഒരു യുദ്ധമാണ്. ഇത് മനുഷ്യനോട് നടത്തുന്ന ഒരു യുദ്ധമല്ല. നേരെ മറിച്ച് എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു യുദ്ധമാണ്. നമ്മൾ യുദ്ധം ചെയ്തിരുന്നത് നമ്മുടെ പൊതു ശത്രുവിനോടാണ്. ഈ യുദ്ധത്തിൻ്റെ ഫലം വലിയ ആനന്ദവും സമാധാനവും ദൈവത്തിൻ്റെ കൃപയുമാണ്. ഈ യുദ്ധത്തിൻ്റെ അവസാന ദിവസത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഇത് മനുഷ്യൻ്റെ ചിന്തയിൽ ഉയർന്നു വന്ന ഒരു ആശയമല്ല. നേരെ മറിച്ച് സ്വർഗം വെളിപ്പെടുത്തിയ ഒരു ദർശനമാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളാണ്, നിങ്ങൾക്കറിയാം. അതിൻ്റെ തലേ ദിവസം സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഇങ്ങനെയൊരു യുദ്ധത്തെക്കുറിച്ചുള്ള ദർശനം ദൈവം നമുക്ക് നൽകിയത്. അത് ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് ബോധ്യം ലഭിച്ചതിൻ്റെ ശേഷമാണ് ഷാലോമിൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഷാലോം ടെലിവിഷനിലൂടെ ഈ യുദ്ധത്തെക്കുറിച്ച്, റോസറി വാറിനെക്കുറിച്ച് നമ്മൾ അറിയിപ്പ് നൽകിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയുവാൻ ഒരു മാർഗമുണ്ട്. കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 33 ഇങ്ങനെയാണ് പറയുന്നത്: എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുന്നത്. ഒരു കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് നല്ല ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഈ യുദ്ധത്തിന് നമ്മൾ ഉദ്ദേശിച്ചത്, ലക്ഷ്യമിട്ടത് 10 ലക്ഷം ജപമാലകൾ സമർപ്പിക്കണമെന്നുള്ളതാണ്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ തിരുമനസ്സായതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകമെമ്പാടുമുള്ള ദൈവമക്കളുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുകയും ഇതിന് വലിയ ആവേശകരമായൊരു പ്രതികരണം ലഭിക്കുകയും ചെയ്തു. നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് 73,218 ജപമാലകൾ ചൊല്ലുവാൻ വേണ്ടി ദൈവജനം രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് വന്നു. നമുക്കറിയാം, എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്യാതെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ വലിയ ഒരു അഭിമാനം നമുക്ക് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതൊരു യുദ്ധത്തിൻ്റെയും മർമ്മം യഥാർത്ഥ ശത്രു ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ശത്രുവിനെതിരെ പോരാടുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കോവിഡ് മഹാമാരിയുണ്ട്, അതുണ്ടാകുന്ന സാമ്പത്തിക തകർച്ചയുണ്ട്, അരക്ഷിതാവസ്ഥയുണ്ട്,
അസമാധാനമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രശ്നം ഒരു ധാർമ്മിക തകർച്ചയാണ്. തിന്മയെ നന്മയായി അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യന് എന്തും ചെയ്യാമെന്നുള്ള ഒരു ചിന്താഗതി ഇന്ന് വളർന്നു വരികയാണ്. ഇതിൻ്റെ പിന്നിൽ നല്ല ആകർഷകമായൊരാശയമുണ്ട്. മനുഷ്യൻ സ്വതന്ത്രനാണ്, മാൻ ഈസ് ഫ്രീ. അതുകൊണ്ട് അവൻ ഒരു നിയമങ്ങളെയും അനുസരിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ധാർമ്മിക നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം ആരാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. അത് പുരാതന സർപ്പമാണ്, മനുഷ്യൻ്റെ എല്ലാ കാലത്തെയും ശത്രുവാണ്. അതുകൊണ്ട് ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ യുദ്ധം സാത്താന് എതിരായിട്ട് ചെയ്യുവാൻ തീരുമാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതൊരു യുദ്ധത്തിൻ്റെയും വിജയത്തിന് കാരണമായ രണ്ടാമത്തത് ഒരു ഏബിൾ എഫിഷ്യൻറ്റ് ലീഡർ ഉണ്ടായിരിക്കണം, പ്രഗത്ഭനായ ഒരു ലീഡർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നരകപിശാചിൻ്റെ തലയെ തകർക്കുവാൻ കൽപ്പുള്ള പരിശുദ്ധ മറിയമാണ് ഈ യുദ്ധത്തെ നയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ റോസറി വാർ എന്ന് പേരിട്ടത്. യുദ്ധത്തിനാവശ്യമായ മൂന്നാമത്തെ കാര്യം, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആയുധം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും ശക്തമായ ആയുധം അത് ജപമാലയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ്റെ കോട്ടകൾ തകർന്നു വീണ അനേക ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, സോവിയറ്റ് യൂണിയൻ അജയ്യമാണ് എന്ന് ലോകം ചിന്തിച്ചിരുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു. ഇരുമ്പ് മറ, ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായിരുന്നു അത്. പക്ഷേ പരിശുദ്ധ മറിയത്തിനായി സമർപ്പിച്ചുകൊണ്ട് അനേക നാളുകൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ നമുക്കറിയാം ആ ഇരുമ്പ് കോട്ട അത് തകർന്നു വീണു. പോളണ്ടിലെ സ്വേച്ഛാധിപത്യത്തിനെതിരായി, ഫിലിപ്പൈൻസിലെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരായിട്ട് പോരാടിയപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ സെപ്റ്റംബർ 8-ന് ആധാരമായി 8 നോമ്പ് ആചരിക്കുന്നതൊക്കെ ശത്രു എപ്പോഴൊക്കെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയോ അപ്പോഴൊക്കെ ദൈവജനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച കാലഘട്ടത്തിലൊക്കെ സ്വർഗം ശക്തമായി ഇടപെട്ട അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ യുദ്ധത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ ഒരു ധാർമ്മിക പുനരുദ്ധാരണം ഉണ്ടാകണം എന്നുള്ളതാണ്. എ മോറൽ റിസറക്ഷൻ, എ മോറൽ റിനൈസൻസ്, ഒരു നവോത്ഥാനം ആത്മീയ മേഖലയിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു ധാർമ്മിക നവോത്ഥാനം ഉണ്ടാകണമെങ്കിൽ 2 കാര്യങ്ങളുണ്ടാകണം. ഒന്ന്, ലോകത്തിൽ നല്ല ദർശനമുള്ള ആത്മീയ നേതാക്കന്മാർ ഉയർന്നു വരണം. നമുക്കറിയാം, സഭ മധ്യകാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിട്ട സമയത്താണ് ഫ്രാൻസിസ് അസീസി കടന്നു വന്നത്, സാധാരണ പക്ഷം. പക്ഷേ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചപ്പോൾ വളരെ ശക്തനായ സഭയെ നവീകരിക്കുന്ന, ലോകത്തെ നവീകരിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം മാറി. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആ സമയത്ത്, സഭ തകർന്ന സമയത്താണ് ദൈവം ഒരു വെറും സാധാരണക്കാരനായ വൈദികനെ ഉയർത്തിയത്, വിശുദ്ധ ജോൺ മരിയ വിയാനി. അപ്പോൾ ഇതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിശുദ്ധരായ, ശക്തരായ, ആത്മീയ ദർശനമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന നേതാക്കന്മാർ ഉയർന്നു വരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പണ്ട് കാലത്ത് ഈ ധാർമ്മിക വ്യവസ്ഥിതി നിലനിന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലോകത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്ന അനേകായിരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ടായിരുന്നു. മരുഭൂമിയിൽ എല്ലാം ഉപേക്ഷിച്ച് പ്രാർത്ഥന ഉപവാസമായി ജീവിച്ചിരുന്ന സന്യാസികൾ, അൽമായർ, ഇങ്ങനെയുള്ളവർ അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഒരു ധൂപം പോലെ ഉയരുമ്പോൾ ദൈവം ഈ ലോകത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ധാർമ്മിക തകർച്ച ഉണ്ടാകുവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന അനേകരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടാകുവാൻ. അങ്ങനെ
പതിനായിരങ്ങൾ ദൈവസ്നേഹത്തെ പ്രതി ലോകത്തിന് വേണ്ടി ഒരുകിത്തീർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ ലോകത്തെ നിശ്ചയമായും തൻ്റെ വഴിയിലൂടെ തന്നെ നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളുടെ മറ്റൊരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത് സഭയുടെ ഒരു നവോത്ഥാനമാണ്. സഭ ഉണരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. സുവിശേഷം നൽകുവാൻ സഭ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ദൈവം സഭയെ ശക്തിപ്പെടുത്തും. ദൈവം സഭയെ വീണ്ടും അഭിഷേകം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം: എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. അപ്പോൾ ലോകത്തിൻ്റെ അവസാനം ഉണ്ടാകണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഉണ്ടാകണമെങ്കിൽ ചെയ്യേണ്ട ഏക കാര്യം ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലോകത്തിൽ ദൈവമഹത്വം ഇറങ്ങും. ദൈവം ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ടാകും. ദൈവം വീണ്ടും നമ്മെ നയിക്കുന്ന ഒരു സംവിധാനം ലോകത്തിലുണ്ടാകും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ യുദ്ധം അവസാനിക്കുന്ന ദിവസമാണ് ഇന്ന് ഒക്ടോബർ 31, നമ്മൾ പറഞ്ഞതനുസരിച്ച്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു പറയുവാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ്. കാരണം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു ആലസ്യമുണ്ടാകും, ഒരു ജാഗ്രത കുറവുണ്ടാകും, ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി ഉണ്ടാകും. ഈ സമയത്താണ് ശത്രു നുഴഞ്ഞു കയറുന്നത്. നമ്മൾ നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെടുത്തുവാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നിങ്ങളെല്ലാവരും തുടരണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനുള്ളൊരു അപേക്ഷയുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് 4 ജപമാലകളെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, നിരന്തരമായ യുദ്ധത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ശത്രുവിനെ പരാജയപ്പെടുത്തുവാനും ആത്യന്തികമായ ആ ലക്ഷ്യം നേടിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും ഈ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും കർത്താവിൻ്റെ പട്ടാളക്കാരാണ്, സോൾജേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് അഭിമാനത്തോടെ നമുക്ക് ഇന്നു മുതൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാം. കർത്താവേ, ഞാൻ അങ്ങയുടെ പട്ടാളക്കാരനാണ്, അല്ലെങ്കിൽ പട്ടാളക്കാരിയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഇന്നു മുതൽ ഏറ്റെടുക്കണമേ. ആ വലിയ അഭിമാനത്തോടെ, അവകാശബോധത്തോടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിസ്സഹായരായി നിൽക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവെ ഈ വലിയ അത്ഭുതകരമായ ദർശനം നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കുചേരുവാനായിട്ട് അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്തു. വലിയൊരു വിജയത്തിലേക്ക് കർത്താവെ ഈ യുദ്ധത്തെ അവിടുന്ന് നയിച്ചതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ അമ്മയെ, ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് നാഥയും നേതാവുമായി നൽകിയ കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ലക്ഷ്യം വെച്ച എല്ലാ കാര്യങ്ങളും അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് കൃപയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിൽ അങ്ങയുടെ നിയമങ്ങൾ, ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു അന്തരീക്ഷം അവിടുന്ന് തന്നെ സൃഷ്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയെ അവിടുന്ന് ഉണർത്തുവാൻ തിരുമനസ്സാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കർത്താവെ, അങ്ങയെ സ്നേഹിക്കുന്ന അനേകം ആത്മീയ രാഷ്ട്രീയ നേതാക്കന്മാരെ അവിടുന്ന് കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുമുമ്പിൽ രാപകൽ
ത്യാഗം ചെയ്ത് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന അനേക മക്കളെ അവിടുന്ന് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവെ, നാശത്തിലേക്ക് കുതിക്കുന്ന ഈ ലോകത്തോട് അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ ഉയർത്തണമേ. ദൈവമേ, ഞങ്ങൾ നിസ്സഹായരാണെന്ന് ഓർക്കണമേ. ഞങ്ങൾ പാപികളാണെന്ന് അവിടുന്ന് ഓർക്കരുതേ. അങ്ങയുടെ വാഗ്ദാനത്തെ അവിടുന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗണവിലയേറിയ തിരു രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞങ്ങളെന്ന് ഓർക്കണമേ. കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ആ മഹായാഗത്തെ ഓർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അർപ്പിച്ച ഈ പ്രാർത്ഥനകളെ അവിടെ സ്വീകരിക്കണമേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തോത്ര. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സകല സ്വർഗീയ വിശുദ്ധന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോസറി വാറിൻ്റെയും കുന്ത നമസ്കാരത്തിൻ്റെയും ഒക്കെ അവസാന ദിവസമായ ഇന്ന് ഇപ്പോൾ നമ്മൾ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മൾ ജപമാല പ്രദക്ഷിണമായി ഷാലോം ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ കൂടി പല്ലക്കിൽ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഭക്തിയോടെ നാം ഒരുമിച്ച് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രദർശനത്തിന് വേണ്ടി ശാന്തമായി പുറത്തേക്ക് ഇറങ്ങാം. മുക്കാൽ കോടി ജപമാലകൾ അർപ്പിച്ചതിൻ്റെ ആത്മീയ ആനന്ദം നാം ഇനി ജപമാല റാലിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മന പങ്കെടുക്കാൻ പോകുന്ന സമയമാണ്.